ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3D ആണ്, 3 ഡയമെൻഷണൽ ജോമെട്രി. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഒരു ലൈൻ ഉണ്ട്. ആ ലൈന് എക്സ് ആക്സിനേറ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രിയാണ്, വൈ ആക്സിനേറ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ 120 ഡിഗ്രിയാണ്, ദെൻ സെഡ് ആക്സിനേറ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. നമുക്ക് തീറ്റയാണ് കാണേണ്ടത്. എക്സ് ആക്സിനേറ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ, അതായത് 45 ഡിഗ്രി, വൈ ആക്സിനേറ്റ് ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ബീറ്റ എന്നാണ് ഡിനോട്ട് ചെയ്യുക, 120 ഡിഗ്രി. ഗാമ അഥവാ തീറ്റയാണ് കാണുന്നത്. നമുക്കറിയാം ആൽഫ ബീറ്റ ഗാമ ഇത് തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. എന്താണ്? കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ വിൽ ബി ആൾവേസ് ഈക്വൽ ടു 1. കോസ് ആൽഫ എത്ര വരിക? കോസ് 45 എന്ന് പറഞ്ഞാൽ 1/√2, അതിന്റെ സ്ക്വയർ 1/2. പ്ലസ് കോസ് ബീറ്റ എത്ര വരിക? കോസ് 120. കോസ് 120 എന്ന് പറഞ്ഞാൽ -½ ആണ്, അതിന്റെ സ്ക്വയർ 1/4. പ്ലസ് കോസ് സ്ക്വയർ ഗാമ വിൽ ബി ഈക്വൽ ടു 1. കോസ് സ്ക്വയർ ഗാമ എന്ന് പറഞ്ഞാൽ 1 - 1/2 പ്ലസ് 1/4 എന്ന് പറഞ്ഞാൽ 3/4. കുറച്ച് കഴിഞ്ഞാൽ എത്ര വരിക? 1/4. കോസ് സ്ക്വയർ ഗാമ 1/4 ആണ് വരുന്നത്. അതായത് കോസ് ഗാമ എത്ര വരും? കോസ് ഗാമ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/2. അതായത് ഗാമന്റെ വാല്യൂ എന്തൊക്കെ വരാം? π/6 വരാം, ദെൻ π/3 വരാം, 2π/3 വരാം. അപ്പോൾ ഇതിൽ ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി, 60 ഡിഗ്രി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. XY പ്ലെയിനുള്ള ഒരു പോയിന്റ് ആണ് കാണേണ്ടത്. അപ്പോൾ y കോർഡിനേറ്റ് 0 ആവും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുക, എയും ഇയും. XY പ്ലെയിനുള്ള പോയിന്റ് ആണ്. അപ്പോൾ Z കോർഡിനേറ്റ് 0 ആവും. അപ്പോൾ എയും ഇയും ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ബിയോ ഡിയോ സിയോ ആയിരിക്കും ഉത്തരം. പിന്നെ ആ പോയിന്റിന്റെ പ്രത്യേകത എന്താ? ഈ 3 പോയിന്റ് ഒന്ന് ഇക്വിഡിസ്റ്റന്റ് ആവണം. അത് നമ്മൾ ഓപ്ഷൻ വെച്ച് നോക്കി ചെക്ക് ചെയ്താൽ മതി. അതാണ് ഇതിൽ എളുപ്പം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ ഒരു ലൈൻ ഉണ്ട്. ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? x - 1/3 ഈക്വൽസ് y - 3 ഡിവൈഡഡ് ബൈ 1 ഈക്വൽ z - 4 ഡിവൈഡഡ് ബൈ -5. ഒരു പ്ലെയിനും തന്നിട്ടുണ്ട്. പ്ലെയിനിന്റെ ഇക്വേഷൻ എന്താണ്? 2x - y പ്ലസ് z പ്ലസ് 3 ഈക്വൽ ടു 0. ഈ ലൈനിന്റെ ഇമേജ് ആണ് കാണേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ദ ഗിവൺ പ്ലെയിൻ. ഇതേക്കോട്ടെ പ്ലെയിൻ. ഇങ്ങനെ ഇമേജ് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ തന്ന ലൈനും പ്ലെയിനും ഇന്റർസെക്ട് ചെയ്യോ അതോ അത് പാരലൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. നോക്കിയാൽ ലൈനും പ്ലെയിനും പാരലൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വെക്ടറുകളുടെ ഡോട്ട് പ്രൊഡക്റ്റ് 0 വരും. ശ്രദ്ധിക്കുക, ലൈനും പ്ലെയിനും പാരലൽ ആണെങ്കിൽ വെക്ടറുകൾ പെർപെൻഡിക്കുലർ ആകും. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് 0 വരും. നോക്കിയാൽ അവിടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ത് വരും? 3 × 2 6, 1 × -1 -1, -5 × 1 -5 ഈക്വൽ ടു 0 അല്ലേ? അപ്പൊ എന്താണ്? ഈ ലൈനും പ്ലെയിനും പാരലൽ ആണ്. ഇതാണ് ആ ലൈൻ. അപ്പോ ഈ ലൈനിന്റെ ഇമേജ് വിത്ത് റെസ്പെക്ട് ടു ദിസ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതേ ലൈനിന് പാരലൽ ആയിട്ടുള്ള വേറെ ലൈൻ ആകും. ചുരുക്കം പറഞ്ഞാൽ ഇമേജ് ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ഈ 3, 1, -5 തന്നെ ആയിരിക്കും. എക്സിന്റെ അടിയിൽ 3 ഉണ്ടാവും, വൈന്റെ അടിയിൽ 1 ഉണ്ടാകും, സെഡിന്റെ അടിയിൽ -5 ഉണ്ടാകും. അങ്ങനത്തെ ഓപ്ഷൻ വരുന്ന എത്ര ഉണ്ട് നോക്കട്ടെ. അങ്ങനത്തെ ഓപ്ഷൻ വരുന്നത് 2 ഉള്ളൂ, എയും സിയും. അപ്പോ ഇനി നോക്കിയാ ഇതിൽ ഏതാണെന്ന് എങ്ങനെ കണ്ടെത്താന്നറിയോ? ഈ ലൈനും നമുക്കൊരു പോയിന്റ് നമുക്കറിയാം 1, 3, 4. ഈ ലൈനിന്റെ ഇക്വേഷൻ നോക്കിയിട്ട് നമ്മൾ ഓപ്ഷൻ നോക്കിയിട്ട് ആ ലൈനുമുള്ള പോയിന്റ് എടുക്കുക. ഏതൊക്കെ? 3, പിന്നെ ഏതാ വരിക? -3, 5, 2 അല്ലേ? ഓപ്ഷൻ എ. ബിയും ഡിയും നമുക്ക് അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യാം, കാരണം ഇതല്ല ഇതിന്റെ റേഷ്യോ അല്ലേ. ഇനി ഈ 2 പോയിന്റിന്റെ മിഡ് പോയിന്റ് ഈ പ്ലെയിനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ ഇമേജ്. ക്ലിയർ? നോക്കി, ഇതിന്റെ 2ന്റെ മിഡ് പോയിന്റ് എന്താ? -3 + 1 -2, അതിന്റെ പകുതി -2, -2ന്റെ പകുതി -1. ദെൻ 5 + 3 അതിന്റെ പകുതി 4, 2 + 4 അതിന്റെ പകുതി 3. ഈ പോയിന്റ് പ്ലെയിനിലുള്ള പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓപ്ഷൻ എ ആയിരിക്കും ഇതിന്റെ ഇമേജ് ലൈൻ. നോക്കിയാൽ ഈ പ്ലെയിനിലുള്ള പോയിന്റ് ആണ് നോക്കി വെക്കുക. ഈ ഇക്വേഷൻ പ്ലെയിനിന്റെ ഇക്വേഷനിൽ കൊടുത്തു നോക്കാം. -2 + 4 + 3 + 3 അല്ലേ? -2 + 4 -2 -4 ആണ് വരിക. കറക്റ്റ്. -4 + 3 + 3 ഈക്വൽ ടു 0. ഇത് ഈ പ്ലെയിനിലുള്ള പോയിന്റ് ആണ്. അപ്പോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയ ഉത്തരം. നാലാമത്തെ ക്വസ്റ്റ്യൻ 2 ലൈൻ എന്നുണ്ട്. ഈ 2 ലൈനും പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ ആൽഫന്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ച്. 2 ലൈന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ വെക്ടറുകളുടെ ഡോട്ട് പ്രൊഡക്റ്റ് 0 വരും. ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെയാണ്? 2α × -3 -6α
1 into 2 alpha plus 2 alpha, then minus 10 equal to 0. ശരിയല്ലേ? minus 3 പിന്നെ എത്ര 2 alpha, then comes 2 പിന്നെ 2 alpha 1 and minus 5, correct. Then minus 4 alpha equal to 10 alpha equal to minus 10/4 ആണ് ഉത്തരം വരിക. അപ്പോൾ minus 10/4 ഇതിൽ ഉത്തരം കൊടുത്ത തെറ്റാണ്, minus 10/4 ആണ് ഉത്തരം വരിക. Then അഞ്ചാമത് ഈ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 2 പോയിന്റ് തന്നിട്ടുണ്ട്. ഏതാണ് പോയിന്റ്? പി എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ട്. പി എന്ന് പറഞ്ഞിട്ട് 4 5 -10. ദെൻ ക്യൂ എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ട്. ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് എന്താ? -1 2 1. ഈ 2 പോയിന്റുകളുടെയും മിഡ് പോയിന്റിലൂടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു പ്ലെയിൻ ഉണ്ടാക്കി. മീൻസ് ഈ 2 പോയിന്റിന്റെ മിഡ് പോയിന്റ് കൂടി ഒരു പ്ലെയിൻ പാസ് ചെയ്യുന്നുണ്ട്. ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ് പി ക്യൂ എന്ന് പറഞ്ഞ ലൈൻ. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്ലെയിനിന്റെ ഇക്വേഷൻ എന്താണെന്നാണ് ചോദ്യം. പ്ലെയിനിന്റെ ഇക്വേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. പോയിന്റും പിന്നെന്താണ്? പെർപെൻഡിക്കുലർ വെക്ടറും. പോയിന്റ് എന്താ? ഇതിന്റെ 2ന്റെ മിഡ് പോയിന്റ് ആണ് പോയിന്റ് വരിക. പോയിന്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ? 4 + -1 3 3/2. പിന്നെന്താണ്? ദെൻ 5 + 2 7/2. ദെൻ -10 + 1 -9/2. ഇതാണ് പോയിന്റ് വരിക അല്ലേ? പോയിന്റ് ആണ് തന്നെ 4 5 -10 1, കറക്റ്റ്. ദെൻ ഇനി ഒരു വെക്ടറും കൂടി കിട്ടണം, അഥവാ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ. നോക്കിയ ഈ ലൈൻ ഈ പ്ലെയിന് പെർപെൻഡിക്കുലറാ. അപ്പൊ ഈ 2 പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന വെക്ടർ എന്താണ്? പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ് നമുക്കറിയാം. x2 - x1 i cap. അപ്പോൾ 4 - -1 5y, 5 - 2 + 3j, -10 -1 -11k. ഇതാണ് എന്ത്? നോർമൽ വെക്ടർ. അപ്പൊ നോർമൽ വെക്ടറും കിട്ടി, പോയിന്റും കിട്ടി. പ്ലെയിന്റെ ഇക്വേഷൻ എന്താ വരിക? a × x - x1 + b × y - y1 + c × z - z1 = 0. a b c, a എന്ന് പറഞ്ഞാൽ 5, b എന്ന് പറഞ്ഞാൽ 3, c എന്ന് പറഞ്ഞാൽ -1, x1 എന്ന് പറഞ്ഞാൽ ഇതാ, y1 ഇതാ, z1 ഇതാ. നേരിട്ട് അതിൽ കൊടുത്താൽ പ്ലെയിൻ്റെ ഇക്വേഷനായി സോൾവ് ചെയ്യാം. 6ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊരു പ്ലെയിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിന് പാരലൽ ആയിട്ടുള്ള പ്ലെയിൻ്റെ ഇക്വേഷൻ ആണ് കാണേണ്ടത്. അതിന്റെ പ്രത്യേകത, ആ പാരലൽ ആയിട്ടുള്ള പ്ലെയിന് ഒറിജിനുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? 1 യൂണിറ്റ് ആണെന്ന് പറഞ്ഞിട്ട്, അറ്റ് എ യൂണിറ്റ് ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ. അപ്പൊ നോക്കിയാൽ ഇതിന് പാരലൽ ആയിട്ടുള്ള പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് ഇതേ ഡയറക്ഷൻ റേഷ്യോസ് ആക്കിയാൽ മതി. x - 2y + 2z + ലാംഡ = 0 എന്ന് എഴുതാം. ദെൻ ഈ കോൺസ്റ്റന്റിന് പകരം എന്താക്കുക? ലാംഡ എന്നാക്കുക. ദെൻ നോക്കിയാൽ ഇനി ലാംഡന്റെ വാല്യൂ കാണണം. അതിനാണ് പറഞ്ഞുള്ളത് ഒറിജിൻ എന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 1 യൂണിറ്റ്. നോക്കിയാൽ ഒറിജിൻ എന്നുള്ള ദൂരം എങ്ങനെ കാണാം? മോഡ് ഓഫ് എക്സ് ഉള്ളിടത്തും വൈ ഉള്ളിടത്തും സെറ്റ് ഉള്ളിടത്തും 0 കൊടുക്കുക. അപ്പൊ ലാംഡ / √a² + b² + c² എത്ര? 3 = എത്ര വരിക? 1. അതായത് മോഡ് ലാംഡ = 3, ലാംഡ = ± 3. അപ്പൊ നമ്മളെ പ്ലെയിന്റെ ഇക്വേഷൻ എന്താ വരിക? x - 2y + 2z ± 3 = 0. ഇതാണ് പ്ലെയിന്റെ ഇക്വേഷൻ വരിക. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ. 7th വണ് ഓപ്ഷൻ നോക്കി സോൾവ് ചെയ്താൽ മതി. അതാണ് എളുപ്പം. 2 പോയിന്റ് ഉണ്ട്. ആ 2 പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന പ്ലെയിൻ ഏതാണ്? അതോടൊപ്പം ഒറിജിനുള്ള ഡിസ്റ്റൻസ് എത്ര ആവണം? 6/7 ആകണം. അപ്പോൾ ഈ 2 പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്ലെയിൻ ഏതാ നോക്കുക. എന്നിട്ട് ഒറിജിനുള്ള ദൂരം 6/7 വരുന്ന ഏതാ നോക്കുക. അത് ഓപ്ഷൻ നോക്കി സോൾവ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട് P of 1 - 2 1. ഒരു പ്ലെയിൻ തന്നിട്ടുണ്ട് x + 2y - 2z = ആൽഫ. അഥവാ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണമെങ്കിൽ -α = 0. ആൽഫ പോസിറ്റീവ് ആണ്. ദെൻ ഈ പോയിന്റിന് ഈ പ്ലെയിനിക്കുള്ള ദൂരം 5 യൂണിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ പോയിന്റിന് ഈ പ്ലെയിനിക്കുള്ള ദൂരം എങ്ങനെ കാണുക? x ഉള്ളിടത്ത് 1, y ഉള്ളിടത്ത് -2, z ഉള്ളിടത്ത് 1 കൊടുത്താൽ മതി. അപ്പൊ 1 - 4 - 2 - α /3. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് എത്ര? 5 അല്ലേ? അപ്പോ ഇവിടെ എന്ത് കിട്ടി? -5 - α /3. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 5 ആണ്. അപ്പൊ മോഡ് ഓഫ് -5 - α = 15 അല്ലെ? ഈ മോഡ് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊരു? -5 - α = ±15. അതായത് ഒന്നല്ലെങ്കിൽ -5 - α എന്ത് വരണം? 15 വരാം, അല്ലെങ്കിൽ -5
മൈനസ് ആൽഫ ഈക്വൽ ടു -15 വരാം. അപ്പൊ നോക്കിയാ ഇവിടെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൽഫന്റെ വാല്യൂ എത്ര വരിക? -20 ആണ് വരിക. ഇത് പോസിബിൾ അല്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിലോ ആൽഫന്റെ വാല്യൂ ഇവിടെ ആൽഫന്റെ വാല്യൂ -10 വരും, ആൽഫ ഈക്വൽ ടു 10 വരും. ഇതാണ് പോസിബിൾ ആയിട്ടുള്ള ആൽഫന്റെ വാല്യൂ. ഇപ്പൊ ആൽഫന്റെ വാല്യൂ കിട്ടി, എത്രയാണ്? 10 അല്ലെ? ആൽഫ 10 അഥവാ ഇവിടെ 10. ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ എന്താണ് പറയണത്? ക്വസ്റ്റ്യനില് ഈ പോയിന്റ് എന്നുള്ള ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ കാണാനാണ് പറയുന്നത് അല്ലേ? ഓക്കെ ഫൈൻ. എന്താണ് കാണേണ്ടത്? ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് ഗിവൺ പ്ലെയിൻ. എങ്ങനെ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ എങ്ങനെ കാണുക? ഇതാണ് പ്ലെയിന്. പ്ലെയിനിന്റെ ഇക്വേഷൻ എന്താ? എക്സ് പ്ലസ് 2y മൈനസ് 2z മൈനസ് 10 ഈക്വൽ ടു 0. ഇത് പോയിന്റ് 1 മൈനസ് 2 1. ദെൻ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ച ആ പെർപെൻഡിക്കുലർ വന്ന് മുട്ടുന്ന പോയിന്റ് ആണ് ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ലൈനിന്റെ ഇക്വേഷൻ കാണാം. ഈ ലൈനും ഈ പ്ലെയിനും സോൾവ് ചെയ്ത ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ആയി. ഈ ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ കാണാം? ലൈനിന്റെ ഇക്വേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ പോയിന്റും പാരലൽ വെക്ടറും വേണം. ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറുകൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ കിട്ടും. ആ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ഈ ഡോട്ടർ ലൈനിന് പാരലൽ ആവും. നോക്കിയാ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എന്താ? i പ്ലസ് 2j മൈനസ് 2k ആണ്. അപ്പൊ ഈ ലൈനിന്റെ ഇക്വേഷൻ x മൈനസ് 1/1 ഈക്വൽ ടു y മൈനസ് മൈനസ് y പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു z മൈനസ് 1 ഡിവൈഡഡ് ബൈ -2. ഇതാണ് ലൈനിന്റെ ഇക്വേഷൻ. ഇനി ഈ ലൈനും ഈ പ്ലെയിനും സോൾവ് ചെയ്യണം. എങ്ങനെ ലൈനും പ്ലെയിനും സോൾവ് ചെയ്യാന്നറിയോ? ഈ ലൈനുമുള്ള ജനറൽ പോയിന്റ് കണ്ടെത്തുക, അഥവാ ഈ ലൈനിനെ ലാംഡനായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എക്സ് ഈക്വൽ ടു ലാംഡ പ്ലസ് 1 വരും, y ഈക്വൽ ടു 2 ലാംഡ മൈനസ് 2 വരും, z ഈക്വൽ ടു -2 പ്ലസ് ലാംഡ വരും. അല്ലെ -2 ലാംഡ പ്ലസ് 1 വരും. സോറി, -2 ലാംഡ പ്ലസ് 1 വരും. നോക്കിയാ ഈ ലാംഡന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഈ ലൈനുമുള്ള വിവിധ പോയിന്റുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുക. ലാംഡക്ക് എന്ത് വാല്യൂ കൊടുത്താലാണ് ഈ ലൈനുമുള്ള പോയിന്റും ഈ പ്ലെയിനുമുള്ള പോയിന്റും സെയിം ആവുമെന്ന് കണ്ടാൽ മതി. അഥവാ ഈ എക്സിന്റെ വൈന്റെയും സെഡിന്റെ വാല്യൂ ഇവിടെ കൊടുക്കുക, ലാംഡന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. എക്സിന്റെ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരിക? ലാംഡ പ്ലസ് 1 പ്ലസ് 2 ടൈംസ് 2 ലാംഡ മൈനസ് 2 എന്ന് പറഞ്ഞാൽ 4 ലാംഡ മൈനസ് 4 മൈനസ് 2z എന്ന് പറഞ്ഞാൽ പ്ലസ് 4 ലാംഡ മൈനസ് 2 മൈനസ് 10 ഈക്വൽ ടു 0. ഇവിടെ എത്ര ലാംഡയും? ഇവിടെ 9 ലാംഡ. ദെൻ -12 പിന്നെ എത്ര? സോറി, ഇവിടെ -12 -16 -15 ഈക്വൽ ടു 0. ലാംഡ ഈക്വൽ ടു 15/9 അല്ലേ? അഥവാ 5 × 3 3 × 3 5/3 ആണ് ലാംഡന്റെ വാല്യൂ വരിക. ലാംഡന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ പോയിന്റ് കാണാൻ ഒരു പണിയില്ല. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5/3 എടുത്തു കഴിഞ്ഞാൽ 8/3. then 5/3 10/3 -2. ഇവിടെ 10/3 -2 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 10/3 -2 എന്ന് പറഞ്ഞാൽ 10 ഇവിടെ 4/3. then -10/3 + 1 എന്ന് പറഞ്ഞാലോ ഇവിടെ -7/3. ഇതാണ് എന്ത് വരിക? ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ വരിക. അപ്പോൾ ഏതാണ് ഉത്തരം? 8/3 4/3 -7/3 ഓപ്ഷൻ എ. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് 9ാമത്തെ ക്വസ്റ്റ്യൻ? എന്താ പറഞ്ഞത്? 2 പ്ലെയിൻ എന്നുണ്ട്, ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ. ഈ 2 പ്ലെയിനിന്റെയും ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ആണ് എൽ. ഈ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ എക്സ് ആക്സിസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആൽഫ. ദെൻ കോസ് ആൽഫന്റെ വാല്യൂ ആണ് കാണേണ്ടത്. ക്ലിയർ? അപ്പോ ഈ ലൈനിന് പാരലൽ ഒരു വെക്ടർ കിട്ടിയാൽ മതി. 2 പ്ലെയിനിന്റെ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ആയി പാരലൽ ആയിട്ടുള്ള വെക്ടർ എങ്ങനെ കിട്ടാന്നറിയോ? n1 ക്രോസ് n2 ചെയ്താൽ മതി. അഥവാ ഈ പ്ലെയിനിന്റെ വെക്ടർ ഈ പ്ലെയിനിന്റെ വെക്ടറും ക്രോസ് ചെയ്യുക. എങ്ങനെ ക്രോസ് ചെയ്യുക? i j k then 2 3 1 1 3 2. ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ലൈൻ ഓഫ് ഇന്റർസെക്ഷന്റെ പാരലൽ ആയിട്ടുള്ള വെക്ടർ കിട്ടും. എന്താ വരിക? i cap into 6 - 3 3 minus j cap into 2 - 1 3 plus k cap into 6 - 3 3 അഥവാ 3i - 3j + 3k. ഇതാണ് എന്ത് വരിക? അതിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ വരിക. ലൈൻ ഓഫ് ഇന്റർസെക്ഷന് പാരലൽ ആയിട്ടുള്ള വെക്ടർ വരിക. ഇനി കോസ് ആൽഫ നമുക്ക് കാണാം. കോസ് ആൽഫ എങ്ങനെ കാണുന്നത്? കോസ് ആൽഫനെ എൽ, കോസ് ബീറ്റിനെ എം, കോസ് ഗാമനെ എൻ എന്നൊക്കെയാണ് ഡിനോട്ട് ചെയ്യണം നമ്മൾ പഠിച്ചാണ്. കോസ് ആൽഫ എങ്ങനെ കാണാം? x/mod r. അഥവാ നോക്കിയാൽ അതിന്റെ ഒപ്പം നിൽക്കുന്ന ആള് 3 ഡിവൈഡഡ് ബൈ ഇതിന്റെ മോഡ് എത്ര വരിക? 3√2
വെട്ടിപ്പോയാൽ 1/√2 ആണ് വരിക. ക്ലിയർ? ഓപ്ഷൻ ഡി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ, നമുക്കൊരു പ്ലെയിൻ്റെ ഇക്വേഷൻ കാണണം. ആ പ്ലെയിനുമുള്ള ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ കാണാന്നുണ്ടെങ്കിൽ പോയിന്റും പെർപെൻഡിക്കുലർ വെക്ടറും മതി. പോയിന്റും പെർപെൻഡിക്കുലർ വെക്ടറും കിട്ടിക്കഴിഞ്ഞാൽ പ്ലെയിൻ്റെ ഇക്വേഷൻ കാണാം. എന്താ, a × x - x1 + b × y - y1 + c × z - z1 = 0. ഇവിടെ x1 y1 z1 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്, അത് തന്നിട്ടുണ്ട്. ഇനി ഈ പ്ലെയിൻ, ഈ രണ്ട് പ്ലെയിനും എന്താണ്, പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോർമൽ വെക്ടർ എന്താ വരിക നോക്കിയാ, n വെക്ടർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ വെക്ടറിന് ക്രോസ് ചെയ്താൽ മതി. അഥവാ 2y - 2j + k നെയും ഈ വെക്ടറിനെ ഇതിന്റെ വെക്ടറിനായിട്ട് ക്രോസ് ചെയ്യാം, i - j + 2k. ഇത് ക്രോസ് ചെയ്ത ഒരു വെക്ടർ കിട്ടും. അപ്പൊ എയും ബിയും സിയും കിട്ടി. പിന്നെ സിംപ്ലിഫൈ ചെയ്യാം. 11 12 16 14 11 12 പിന്നെ ഏതാ 14 16. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ലൈൻ്റെ പ്ലെയിൻ്റെ ഇക്വേഷൻ എഴുതാനോ കൺവേർട്ട് ചെയ്യാനൊക്കെ ഉള്ളൂ, അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഇത് കുറച്ച് നല്ല ക്വസ്റ്റ്യനാണ്. ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ കണ്ടെയ്നിങ് ദ ലൈൻസ്. നമുക്ക് രണ്ട് ലൈൻ വന്നിട്ടുണ്ട്. ഈ ലൈൻ്റെ ഇക്വേഷൻ എന്താ, x - 1/2 = y + 1/1 = z/3 എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ലൈൻ്റെ ഇക്വേഷൻ. x/2 = പിന്നെന്താ y - 2/-1 = z+1/3. ഇതാണ് രണ്ടാമത്തെ ലൈൻ്റെ ഇക്വേഷൻ. ഈ രണ്ട് ലൈനും ഉൾക്കൊള്ളുന്ന പ്ലെയിനിന്റെ ഇക്വേഷൻ എന്താണെന്നാണ് ചോദ്യം. അഥവാ ഈ രണ്ട് ലൈനും കോപ്ലാനാർ ആണ്. അപ്പോൾ സപ്പോസ് ഇതൊരു പ്ലെയിൻ ആണ് നോക്കുക. ഈ പ്ലെയിനുമ്പോൾ രണ്ട് ലൈൻ ഉണ്ട്, ഫസ്റ്റ് ലൈൻ സെക്കൻഡ് ലൈൻ. ഈ രണ്ട് ലൈനും ഉൾക്കൊള്ളുന്ന ഈ പ്ലെയിനിന്റെ ഇക്വേഷൻ ആണ് കാണാൻ പറഞ്ഞത്. നമുക്കറിയാം ഒരു പ്ലെയിനിന്റെ ഇക്വേഷൻ കാണണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. പ്ലെയിനുമുള്ള ഒരു പോയിന്റും പിന്നെ അതോടൊപ്പം പിന്നെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറും. നോക്കിയാൽ പോയിന്റ് ഈസി ആയിട്ട് കിട്ടും. കാരണം ഈ രണ്ട് ലൈനും ഈ പ്ലെയിനിലാണ്. ഈ ലൈനുമുള്ള സകല പോയിന്റുകളും ഈ പ്ലെയിനിൽ ഉണ്ടാവും. ഈ ലൈനുമുള്ള പോയിന്റ് ആണ് 0 2 പിന്നെ ഏതാ -1. ഈ ലൈനുമുള്ള പോയിന്റ് ആണ് 1 -1 0 അല്ലെ. x - x1 ഇവിടെ x1ന്റെ സ്ഥാനത്ത് 1, y - y1 y1ന്റെ സ്ഥാനത്ത് -1, z - z1 z1ന്റെ സ്ഥാനത്ത് 0. അപ്പൊ രണ്ട് പോയിന്റായി, ആവശ്യത്തിലേറെ പോയിന്റായി. ഇനി പെർപെൻഡിക്കുലർ വെക്ടർ കൂടി കിട്ടിയാൽ മതി. നോക്കിയാ പെർപെൻഡിക്കുലർ വെക്ടർ കിട്ടണമെങ്കിൽ ലൈനിന്റെ വെക്ടറുകൾ എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുക. ഈ ഫസ്റ്റ് ലൈനിന്റെ വെക്ടർ എന്താണ്, 2y - j + 3k. രണ്ടാമത്തെ ലൈനിന്റെ വെക്ടർ എന്താണ്, 2i + j + 3k. ഈ രണ്ട് വെക്ടറും ക്രോസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നോർമൽ വെക്ടർ കിട്ടും. ഈ പ്ലെയിന്റെ നോർമൽ വെക്ടർ കിട്ടും. നോർമൽ വെക്ടറും പോയിന്റും കിട്ടിയാൽ പിന്നെ ഈ ഇക്വേഷൻ എടുക്കുക, a × x - x1 + b × y - y1 + c × z - z1 = 0. ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, നിങ്ങൾക്ക് പ്ലെയിൻ്റെ ഇക്വേഷൻ കാണാൻ പറ്റും. ഇത്രേ അറിയണ്ടുള്ളൂ. ഒരു ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പോയിന്റും പാരലൽ വെക്ടറും, പ്ലെയിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പോയിന്റും പെർപെൻഡിക്കുലർ വെക്ടറും. അത്ര മാത്രമേ ഇക്വേഷൻ എഴുതണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് അറിയേണ്ട ആവശ്യം. 15ാമത്തെ എന്താ പറഞ്ഞറിയോ, നമുക്ക് രണ്ട് സ്ഫിയറിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താ സ്ഫിയർ എന്ന് പറഞ്ഞാൽ 2D സർക്കിൾ എന്ന് പറയുമ്പോൾ 3D സർക്കിളിന് പകരം സ്ഫിയറാ പറയാം, പന്ത്. ഒരു സ്ഫിയറിന്റെ ജനറൽ ഇക്വേഷൻ എന്താണെന്നറിയോ, x² + y² + z² + 2gx + 2fy + 2kz + c = 0. ഇതാണ് സ്ഫിയറിന്റെ ജനറൽ ഇക്വേഷൻ വരിക. സർക്കിളിന്റെ അതേപോലെ തന്നെ, പക്ഷെ സെഡിന്റെ ആൾക്കാർ വരുന്നുള്ളൂ. അപ്പൊ ഇവിടെ രണ്ട് സ്ഫിയർ തന്നിട്ടുണ്ട്. ആ സ്ഫിയറുകളുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്ഫിയറിന്റെ ഇക്വേഷൻ എന്താ, x² + y² + z² + 7x - 2y അല്ലെ -2y - z -1 = 0. രണ്ടാമത്തെ സ്ഫിയറിന്റെ ഇക്വേഷൻ എന്താ, x² + y² + z² -3x + 3y + 4z, ആ മൈനസിനെ അങ്ങോട്ട് കൊടുക്കുന്ന +4 = 0. ഈ രണ്ട് സ്ഫിയറും ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ടാവും. ആ പ്ലെയിന്റെ ഇക്വേഷൻ എന്താണെന്നാണ് ബേസിക്കലി നമുക്ക് കാണേണ്ടത്. അഥവാ ഈ രണ്ട് സ്ഫിയറുകൾ ഇന്റർസെക്ട് ചെയ്യുന്നത് എന്തിനോട് തുല്യാണെന്ന് ചോദിച്ചു. ഒരു സ്ഫിയറും ഒരു പ്ലെയിനും ഇന്റർസെക്ട് ചെയ്യുന്നതിനോട് തുല്യാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്ലെയിന്റെ ഇക്വേഷൻ എന്താണെന്നാ ചോദിച്ചത്. ഇത് കേൾക്കുമ്പോൾ ഭയങ്കരമാണ്, പക്ഷെ ഒന്നുമില്ല. നോക്കിയാ രണ്ട് സർക്കിളുകൾ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കോമൺ കോഡ് കിട്ടും. അഥവാ ഇങ്ങനെ കോമൺ ആയിട്ട് ഒരു ലൈൻ വരക്കാൻ പറ്റും. സപ്പോസ് ഈ സർക്കിളിന്റെ ഇക്വേഷൻ s1 = 0, ഈ സർക്കിളിന്റെ ഇക്വേഷൻ s2 = 0 ആണെന്ന് കൂട്ടാം.
ഈ കോമൺ കോഡിന്റെ ഇക്വേഷൻ S1 മൈനസ് S2 ഈക്വൽ ടു 0 ആണ് വരിക. ഇത് സർക്കിളിന് പകരം സ്ഫിയർ ആവുമ്പോൾ ലൈനിന് പകരം പ്ലെയിൻ ആകും. അപ്പോ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഒരു പണിയില്ല. ഈ ഇക്വേഷന് ഇത് രണ്ട് കുറച്ചാൽ മതി. ഇത് S1 ആയിക്കോട്ടെ, ഇത് S2 ആയിക്കോട്ടെ. S1 മൈനസ് S2 ഈക്വൽ ടു 0 ആണ് ഈ പ്ലെയിനിന്റെ ഇക്വേഷൻ വരിക. ക്ലിയർ? ഇവിടെ കുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെഡ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ഈക്വൽ ആക്കിയിട്ട് വേണം കുറക്കാൻ. ഇവിടെ രണ്ടിന്റെ ഈക്വൽ ആണ്. അപ്പൊ ഡയറക്റ്റ് കുറച്ചാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബാക്കിയുള്ളൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളെ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ക്വസ്റ്റ്യൻസേ ഉള്ളൂ. 18ാമത്തെ അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് രണ്ട് പ്ലെയിൻ എന്നുണ്ട്. ഈ പ്ലെയിനിന്റെ റിഫ്ലക്ഷൻ കാണണം വിത്ത് റെസ്പെക്ട് ടു ദിസ് പ്ലെയിൻ. അഥവാ സപ്പോസ് ഇതേക്കോട്ടെ നമ്മളെ പ്ലെയിൻ. ഈ പ്ലെയിനിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് മൈനസ് വൈ മൈനസ് 3 ഈക്വൽ ടു 0. വേറൊരു പ്ലെയിന് തന്നിട്ടുണ്ട്. ഈ പ്ലെയിനിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മൾ കാണേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ദ ഗിവൺ പ്ലെയിൻ. ഈ പ്ലെയിനിന്റെ റിഫ്ലക്ഷൻ ആണ് കണ്ടത്. അഥവാ ഈ പ്ലെയിനിന്റെ ഇക്വേഷൻ ആണ് കണ്ടെത്തുന്നത്. എങ്ങനെ കണ്ടെത്താം? ഒരു പ്ലെയിനിന്റെ ഇക്വേഷൻ കാണണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ അറിയണം. എന്തൊക്കെ? പ്ലെയിനും ഒരു പോയിന്റും പെർപെൻഡിക്കുലർ വെക്ടറും കിട്ടണം. പക്ഷെ ഇവിടെ പോയിന്റും പെർപെൻഡിക്കുലർ വെക്ടർ ഒന്നും കിട്ടാനൊന്നും ഒരു നിവൃത്തിയില്ല. പക്ഷെ ഈ പ്ലെയിനിന്റെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ ഈ പ്ലെയിന് ഞാൻ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് നോക്കാം. സപ്പോസ് ഞാൻ ഈ പ്ലെയിന് പ്രൊഡ്യൂസ് ചെയ്തു. ഈ പ്ലെയിൻ ഇങ്ങനെ വന്ന് ഇവിടെ മുട്ടുണ്ടാവും. ഈ പ്ലെയിനും പ്രൊഡ്യൂസ് ചെയ്ത ഇതേ ലൈൻ ഓഫ് ഇന്റർസെക്ഷനിൽ കൂടി ഇക്കാരം ഈ പ്ലെയിനും പാസ് ചെയ്യേണ്ടതാണ്. ക്ലിയർ? കുറച്ചും കൂടി വൃത്തികരിച്ച് വരക്കാം. ഇതേ ലൈൻ ഓഫ് ഇന്റർസെക്ഷനിൽ കൂടി ഇക്കാരം ഈ റിഫ്ലക്റ്റഡ് പ്ലെയിനും പാസ് ചെയ്യേണ്ടതാണ്. അപ്പോ ഈ പ്ലെയിനിന് ചുരുക്കം പറഞ്ഞാൽ ഈ പ്ലെയിനിന്റെയും ഫാമിലി ഓഫ് പ്ലെയിനിൽ പെട്ടതാണ് ഈ പ്ലെയിൻ അല്ലേ? ഫാമിലി ഓഫ് പ്ലെയിനിൽ പെട്ടെന്നുണ്ടെങ്കിൽ ആ പ്ലെയിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? P1 പ്ലസ് ലാംഡ P2 ഈക്വൽ ടു 0 എന്ന് എഴുതാം. P1 ഫസ്റ്റ് പ്ലെയിന്റെ ഇക്വേഷൻ 2x മൈനസ് 3y പ്ലസ് 4z മൈനസ് 3 പ്ലസ് ലാംഡ ഇൻറ്റു സെക്കൻഡ് പ്ലെയിന്റെ ഇക്വേഷൻ x മൈനസ് 5 മൈനസ് 3 ഈക്വൽ ടു 0. P1 പ്ലസ് ലാംഡ P2 ഈക്വൽ ടു 0. ഇനി ലാംഡന്റെ വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ പ്ലെയിനിൽ ഒരു പോയിന്റ് എന്തെങ്കിലും വേണം, എന്തെങ്കിലും ഒരു ഹിന്റ് വേണം. നോക്കിയാൽ ഈ പ്ലെയിനിന്റെ റിഫ്ലക്ഷൻ ആണ് ഈ പ്ലെയിൻ. അപ്പൊ ഈ പ്ലെയിനുമുള്ള സകല പോയിന്റുകളുടെയും ഇമേജ് വിത്ത് റെസ്പെക്ട് ടു ദിസ് പ്ലെയിൻ വിൽ ബി ലേയിങ് ഓൺ ദിസ് പ്ലെയിൻ. അപ്പൊ ഈ പ്ലെയിനുമേ നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും പോയിന്റ് എടുക്കാം. അതെങ്ങനെ പോയിന്റ് എടുക്കാന്ന് അറിയാം? നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഒരു വാല്യൂ ഫീഡ് ചെയ്തിട്ട് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യിച്ചാൽ മതി. ഞാനിപ്പോ എക്സിന് 0 കൊടുത്തു, സെഡിനും 0 കൊടുത്തു. അപ്പൊ ഈ രണ്ടാൾക്കാർ 0 ചെയ്യും. അപ്പൊ വൈന്റെ വാല്യൂ എന്ത് വരിക? മൈനസ് 3y മൈനസ് 3 ഈക്വൽ ടു 0, y ഈക്വൽ ടു -1 അല്ലേ വരിക? അല്ലെ? എക്സും സെഡും 0, അപ്പൊ y -1 അല്ലേ? ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്ലെയിനുമുള്ള പോയിന്റ് ആണ്. ക്ലിയർ? ദെൻ ഈ പോയിന്റിന്റെ ഇമേജ് കാണാം വിത്ത് റെസ്പെക്ട് ടു ദ ഗിവൺ പ്ലെയിൻ. അപ്പൊ ഈ പോയിന്റ് ആ ഇമേജ് എവിടെ ഉണ്ടാവും? നമുക്ക് കണ്ടെത്തേണ്ട പ്ലെയിനും ഉണ്ടാവും. ഇമേജ് എങ്ങനെ കാണുക? ഫസ്റ്റ് ഓഫ് ഓൾ ഈ ലൈനിന്റെ ഇക്വേഷൻ കിട്ടണം. ഈ ലൈനും ഈ പ്ലെയിനും എന്നിട്ട് സോൾവ് ചെയ്യണം. നോക്കിയാ ഈ പ്ലെയിനിന്റെ ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ കിട്ടി I മൈനസ് j. അപ്പൊ ഈ ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? x മൈനസ് 0 ഡിവൈഡഡ് ബൈ 1 ഈക്വൽസ് y പ്ലസ് 1 ഡിവൈഡഡ് ബൈ -1 ഈക്വൽ ടു z ബൈ 0 അല്ലേ? ഇതാണ് നമ്മളെ ഈ ലൈനിന്റെ ഇക്വേഷൻ. ഈ ലൈനും ഈ പ്ലെയിനും സോൾവ് ചെയ്യുക. അഥവാ ഇതിന് ലാംഡനേറ്റ് ഇക്വേറ്റ് ചെയ്യും. ലാംഡ ഇവിടെ കൊടുത്തോണ്ട് വേറൊരു വേരിയബിളിനേറ്റ് ഇക്വേറ്റ് ചെയ്തു, മ്യൂനേറ്റ് ഇക്വേറ്റ് ചെയ്തു. x ഈക്വൽ ടു മ്യൂ, y ഈക്വൽ ടു എന്താ -1 മൈനസ് മ്യൂ, z ഈക്വൽ ടു 0 അല്ലേ? ദെൻ ഇനി എക്സിന്റെയും വൈന്റെയും ഇത് നമ്മൾ നേരത്തെ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഒക്കെ കണ്ടതാണ്. അതേപോലെ തന്നെയാണ് ഈ എക്സിന്റെയും വൈന്റെയും വാല്യൂ ഇവിടെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? മ്യൂ -5 എന്ന് പറഞ്ഞാൽ +1 പ്ലസ് മ്യൂ മൈനസ് z എന്ന് പറഞ്ഞാൽ -3 ആണ്. അപ്പൊ -3 ഈക്വൽ ടു 0, 2 മ്യൂ -2 ഈക്വൽ ടു 0, മ്യൂ ഈക്വൽ ടു -1. മ്യൂവിന്റെ വാല്യൂ -1 കൊടുക്കുമ്പോൾ ഈ പോയിന്റ് കിട്ടും, ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ കിട്ടും. അഥവാ -1 -2 0, -1 -2 0. ക്ലിയർ? അപ്പോ എന്തായി? ഈ പ്ലെയിനുമുള്ള പോയിന്റ് കിട്ടി, ശരിയല്ലേ? -1 മ്യൂവിന്റെ വാല്യൂ എന്താ കൊടുത്തത്? -1 ആണ് മ്യൂവിന്റെ വാല്യൂ കൊടുത്തത്. അപ്പൊ -1 -1 അപ്പൊ ഇവിടെ 0 ആണ് വരിക. സോറി അല്ലെ? -1 ദെൻ എത്ര വരും? മ്യൂവിന്റെ വാല്യൂ 1 ആണ്. മ്യൂവിന്റെ വാല്യൂ 1 ആകുമ്പോൾ പോയിന്റ് എന്താണ്? 1
-2 then 0. അപ്പോൾ പോയിന്റ് ഇവിടെ പോയിന്റ് കിട്ടി എന്താ 1 -2 0 ശരിയല്ലേ? 1 -2 0 കറക്റ്റ്. അപ്പോൾ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ കിട്ടി. ഈ ഇമേജ് എങ്ങനെ കാണുക നോക്കിയാൽ ഈ പോയിന്റ് മിഡ് പോയിന്റ് ആവുന്നത്. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് നമുക്ക് കാണാം. സപ്പോസ് ഇത് XYZ ആണ് നോക്കാം. അപ്പോൾ നമ്മൾ മിഡ് പോയിന്റ് ഫോർമുല വെക്കുകയാണെന്നുണ്ടെങ്കിൽ x + 0/2 എന്ന് പറഞ്ഞാൽ 1, x 2, ഇവിടുത്തെ x കോർഡിനേറ്റ് 2. ദെൻ y -2 -1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -2. അപ്പോൾ y എത്ര വരിക? -4 + 1 -3 -3. ദെൻ z +0 അല്ലേ? z +0 അല്ലേ? ഫൈൻ. z +0/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0. z എത്രയാണ്? 0. അപ്പോൾ z എന്താണ്? 0. ക്ലിയർ? അപ്പോൾ ഈ പ്ലെയിനുമുള്ളൊരു പോയിന്റ് കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഈ പോയിന്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ, അഥവാ ഈ പോയിന്റ് ഇവിടെ ഫീഡ് ചെയ്യുക. എക്സിന് 2, വൈക്ക് -3, സെഡിന് 0. ഈ പോയിന്റ് ഇവിടെ ഫീഡ് ചെയ്യുക. ലാംഡന്റെ വാല്യൂ കിട്ടും. ലാംഡന്റെ വാല്യൂ കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക, ഉത്തരം കിട്ടും. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ അപ്പോൾ 3D ബാക്കിയുള്ള നിങ്ങൾക്ക് ചെയ്യാം. ബാക്കിയുള്ള പറഞ്ഞാൽ 2 ലൈനുകൾക്കിടയിലുള്ള അഥവാ 2 സ്ക്യൂ ലൈനുകൾക്കിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഒക്കെ കാണാനുള്ളതാണ്. അത് NCERT നിങ്ങൾ ഇഷ്ടംപോലെ വട്ടം ചെയ്തിട്ടുണ്ടാവും. ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അടക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഈ ലൈനും പ്ലെയിനും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് ജെയ്ക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ. ക്ലിയർ?